മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് എഡ്യൂക്കേഷന്റെ അരീക്കോട് നവീകരിച്ച പുതിയ സെന്റർ ഉദ്ഘാടനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി നിർവഹിച്ചു. കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദു ഹാജിയും നിർവഹിച്ചു. വർഷത്തിലധികമായിട്ട് അരീക്കോട്ടെയും പരിസര പ്രദേശങ്ങളിലും IT രംഗത്തെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ രംഗത്തെ ഏറ്റവും വലിയ സംരംഭകരായ ജിടെക്കിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ടൊരു സാഹചര്യം ഒരുക്കുകയും അരീക്കോടിൻ്റെ പൊതുവെ അറിയാം, വിദ്യാഭ്യാസ രംഗത്ത് വളരെ മികച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അരീക്കോട്. ഫുട്ബോളിലും മികച്ചു നിൽക്കുന്ന പ്രദേശമാണ്. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒരുപക്ഷെ നമ്മൾക്കറിയാം, കൂടുതൽ അധ്യാപകരും ഡോക്ടർമാരും അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു അരീക്കോട് കഴിഞ്ഞ 19 വർഷമായിട്ട് ജിടെക്കിൻ്റെ ഒരു വ്യത്യസ്തമാർന്ന ഒരു പ്രവർത്തന മേഖല തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ IT-യുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും വളരെ വിശാലമായി പ്രവർത്തിക്കാനും അതിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനും അതിൻ്റെ ഒപ്പം തന്നെ അതിലൂടെ തൊഴിൽ കണ്ടെത്താനുമുള്ള ഒരു മേഖല സൃഷ്ടിക്കാൻ ജിടെക്കിന് കഴിഞ്ഞിട്ടുണ്ട്. 2005 ആരംഭിച്ച് 19 വർഷങ്ങൾ പൂർത്തിയാക്കിയ അരീക്കോട് ജിടെക് ലോകത്തിലെ എല്ലാ പ്രമുഖ IT ഭീമന്മാരുടെ കോഴ്സുകളും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കുന്നതിനോടൊപ്പം ഏറ്റവും മികച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകളും സൗജന്യ പ്ലേസ്മെന്റ് സേവനങ്ങളും ഇവിടെ നൽകി വരുന്നുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടെ വിപുലീകരിച്ച പുതിയ സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 15 വരെ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് മുഴുവൻ കോഴ്സുകളും 30% ഫീസിളവോടെ പഠിക്കാൻ അവസരമൊരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. വിദ്യാർത്ഥികൾക്കായുള്ള ജിടെക്കിന്റെ ജിസൂം കലോത്സവ മത്സരങ്ങളും അരങ്ങേറി. കലോത്സവം KVVS ഏറനാട് പ്രസിഡന്റ് അൽമോയ റസാഖ് ഉദ്ഘാടനം ചെയ്തു. KVVS ഏറനാട് സെക്രട്ടറി ഷെരീഫ്, ജിടെക് മലപ്പുറം SO അനോജ്, ജിടെക് ഏരിയ മാനേജർ ഷഫീഖ് ജോസ്, അരീക്കോട് തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.